വാത്സ്യായനൻ പറയുന്നൊരു വാക്കുണ്ട്. കാമസൂത്രം എടുത്ത് വായിക്കുമ്പോൾ അതിനകത്ത് കാണാം, വൃത്തം, സ്ഥിരം, മന്ദരുജം, മഹാന്തം, അനൽപമൂലം. അത് സുശ്രുതത്തിൽ തെറ്റിപ്പോയി. അപാദ വൃത്തതമ്രാശ്ച കിഞ്ചിത് അദർശനാഹ. എങ്ങനെയാ രക്തം ഇരിക്കുക? കാമസൂത്രത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അപാദ, കാലുകളില്ലാത്ത അണുക്കളുണ്ട് അതിനകത്ത്. വൃത്താകാരത്തിലുള്ള അണുക്കളുണ്ട് അതിനകത്ത്. ചെമ്പിൻ്റെ നിറത്തിലുള്ള അണുക്കളുണ്ട് അതിനകത്ത്. താമ്രാശ്ച കിഞ്ചിത് അദർശനാഹ. കണ്ണുകൊണ്ട് കാണാൻ മേലാത്തത്. പിന്നെ എന്തുകൊണ്ടാണ് കണ്ടത്? ഉടനെ ചോദിക്കുകയാണ് വാത്സ്യ, പിന്നെ എന്തുകൊണ്ടാണ് കണ്ടത്? നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം കഴിഞ്ഞിട്ടും കാണാൻ വയ്യാത്തതിനെ കാണുന്ന കണ്ണുകളാണ് എനിക്കുള്ളത്. അതിന് ഈ വിദ്യ പഠിക്കണം എന്ന് പറയുന്ന വിദ്യ. മനസ്സിലായില്ല? നടന്നു പോകുന്ന ഒരാളെ നോക്കി നിങ്ങളൊരു ചിത്രമെടുത്താൽ, ഒരു ഫോട്ടോ എടുത്താൽ അതിനകത്ത് പതിയുന്ന ഒരു തലമുണ്ട്. മനസ്സിലായില്ല? അയാളുടെ നെഗറ്റീവ്, പോസിറ്റീവ് അല്ല പതിയുന്നത്. ഇങ്ങനൊരു നെഗറ്റീവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതുപോലൊരു പോസിറ്റീവ് ഉണ്ടാവും. മനസ്സിലായില്ല? നിങ്ങളെ നിങ്ങൾ പോസിറ്റീവായും നിങ്ങളുടെ ചിത്രത്തിൽ പതിയുന്ന ഭാഗത്തെ നെഗറ്റീവായി കണക്കാക്കുമെങ്കിൽ നിങ്ങൾക്ക് അതിയായ മറ്റൊരു പോസിറ്റീവ് ഉണ്ടാകാതിരിക്കില്ല. മനസ്സിലാവുമോ എന്നറിയില്ല. അത് കാണാൻ കണ്ണുകളുള്ളവർ, ഒറ്റ നോട്ടം കൊണ്ട് അവൻ്റെ അമൃത കലകളെ മുഴുവൻ കാണാൻ കണ്ണുകളുള്ളവർ, ആ അമൃത കല നോക്കിക്കണ്ട് ആ അമൃത കലയുടെ ഏതു ഭാഗത്താണ് വൈകല്യമെന്നറിഞ്ഞ് ആ വൈകല്യത്തെ മാത്രം നീക്കിക്കളയാൻ ശ്രമിക്കുന്നവർ, വിഷകലയെയും അമൃതകലയെയും ഒക്കെ ദർശിക്കാൻ കണ്ണുകളെ സജീവമാക്കിയ അനുഷ്ഠാന സമ്പ്രദായങ്ങളിലൂടെ പോയി തൻ്റെ ഇന്ദ്രിയങ്ങളെ, തൻ്റെ കണ്ണിനെ, തൻ്റെ ചെവിയെ, തൻ്റെ മൂക്കിനെ, തൻ്റെ ത്വക്കിനെയൊക്കെ അതിസൂക്ഷ്മമാക്കി സൂക്ഷ്മ ബുദ്ധി കൊണ്ട് നോക്കിക്കാണാൻ കഴിവ് നേടിയവർ. കേൾക്കാനെങ്കിലും പഠിക്കാൻ പറ്റിയില്ലേ ജന്മത്തിലെങ്കിലും. ഒരു സ്വാമി ഭ്രാന്ത് പറയുകയാണെന്ന് തോന്നിയാൽ പോലും രസമുള്ളൊരു ഭ്രാന്ത്. 3 ദിവസം തികച്ചിരുന്നത് കൊണ്ട് ഇപ്പം ഭ്രാന്താണോ ശരിയാണോ എന്ന് ശങ്കയെങ്കിലുമേ ഉണ്ടാവുള്ളൂ. അപരിചിതത്വം ഉണ്ടെങ്കിൽ ഇത് മുഴുവൻ ഭ്രാന്താണെന്ന് തന്നെ തോന്നും. ശരിയല്ല? ഇങ്ങനൊരു വിദ്യയുണ്ട്. ഇതും ആത്മവിദ്യയിലൊന്നും യാതൊരു പ്രയോജനമില്ല. ഇതൊന്നും ആത്മവിദ്യയ്ക്ക് യാതൊരു ആവശ്യവുമില്ല. ഇതൊക്കെ വെറും ഭൗതികം. ഭാരതം ഉപയോഗിച്ച ഭൗതിക വിദ്യകളിൽപ്പെട്ടതാണ് ഈ 64 കലകളും. അതിലേതിലെങ്കിലും ഒന്നിൽ കിടന്നുകൊണ്ടാണ് എല്ലാ സിദ്ധികളും. അത് വളരെ ചെറുതുമാണ്. കണ്ടു നിൽക്കുന്നവൻ അറിയാത്തത് കൊണ്ട് അത്ഭുതമുണ്ടാകുന്നതും അറിഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം നഷ്ടപ്പെടുന്നതും. മനസ്സിലായില്ല? ഏതൊരു കാര്യവും എനിക്കറിയാത്തത്. മനസ്സിലായില്ല? ഇപ്പം നിങ്ങൾക്കുണ്ടാക്കാൻ അറിയാത്തൊരു പലഹാരം അവിടുന്ന് ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ അത്ഭുതത്തോടെയാണ് കഴിക്കുക. മനസ്സിലായില്ല? നിങ്ങൾക്കറിയാവുന്നതൊക്കെയാണ് ഉണ്ടാക്കി തരുന്നതെങ്കിൽ ഓ ഇതാണോ? ശരിയല്ല. മനസ്സിലായില്ല? ഇതാണ് അതിൻ്റെ ഭാഗം. അപ്പോൾ ഈ അത്ഭുതം എന്ന് പറയുന്ന ഒരു സാധനം അങ്ങനെ ഉണ്ടാകുന്നതാണ്. അത് മുഴുവൻ ഈ പഞ്ചഭൂതങ്ങളെ വെച്ചുള്ള കളിയിലുള്ളതാണ്. ഇപ്പോൾ ചതുഷ്ഷഷ്ടി സഹസ്ര സംഖ്യായ ക്ഷീണിനാം ദർശനം, അതാണ് ത്രോതലോത്തര വിദ്യ.
പഞ്ചാമൃതം പഞ്ചാനാം പൃഥിവ്യാദീനാം പിണ്ടാണ്ടേ എത്ര മരണാഭാവ പ്രതിപാദിത തത് പഞ്ചാമൃതം. അതും കാപാലികമാണ്. അതായത് ഇപ്പം മരിക്കണ്ട എന്ന് തീരുമാനിച്ചാലൊന്ന് നീട്ടിവെക്കാൻ പറ്റുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കാനുണ്ട്. അതുകൊണ്ട് തൽക്കാലം നീ അവിടെ നിൽക്ക്, ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഇത് നീട്ടിവെക്കാൻ പറ്റുന്ന വിദ്യ. കോശങ്ങളുടെ മരണം വരെ അല്പം നീട്ടിവെക്കാൻ പറ്റുന്ന വിദ്യ. ഇത് പഞ്ചാമൃത വിദ്യയാണ്. അവിടെ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം ഇവയുടെ സംയോഗമായ വാത, പിത്ത, കഫങ്ങളുടെ അസമീകരണത്തിൽ മൃത്യു വരാൻ പോകുന്ന സമയത്ത് അവയെ തന്ത്രയുക്തിയാ സമീകരിക്കുന്ന വിദ്യ. കുറച്ചുകൂടെ പണിയുണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ വന്നാൽ മതി. എനിക്ക് കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാനൊന്ന് അടിച്ച് തീർക്കുന്നവരെ നീ മര്യാദയ്ക്ക് അവിടെ ഇരുന്നാൽ മതി. സ്വച്ഛന്ത മൃത്യു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ വിദ്യയാണ് പഞ്ചാമൃത വിദ്യ. ഇത്രയും വിദ്യകൾ ഇവ കാപാലികം എന്ന് പറയും. അപ്പോൾ സർവജ്ഞാനാദി തന്ത്രപഞ്ചകം കാപാലിക സിദ്ധാന്തൈ ഏകദേശ ദിഗംബരമതം, അത് ഈ വിദ്യപ്പെട്ടതാണ്. സർവജ്ഞാനാദി തന്ത്രപഞ്ചകം അത് ദിഗംബരമതമാണ്. ഏകദേശ വൈദികമാണ്, പൂർണ്ണ വൈദികമല്ല. ഇത്രയാണ് കൗളം. ഇത് വർജ്യമാണ്. ശാങ്കര സങ്കല്പപ്രകാരം ഇവയെല്ലാം വർജ്യമാണ്. ശുഭാഗമ പഞ്ചകങ്ങൾ വൈദികമാണ്. അത് 5 വേറെയുണ്ട്. വസിഷ്ഠ തന്ത്രം, ശുകതന്ത്രം, സനകതന്ത്രം, സനൽകുമാരതന്ത്രം. ഇത്രണ്ണായി. വസിഷ്ഠം, സനകം, സനന്തം, സനൽകുമാരം, ശുകം. എത്രണ്ണായി? 5 ഈ 5 തന്ത്രങ്ങളെയാണ് സമയാചാരം എന്ന് പറയുന്നത്. ദേവി സമയാചാരതൽപരയുമാണ്, കൗളമാർഗ പരിസേവിതയുമാണ്. കുളയോഗം, ചക്രയോഗം, ചക്രസ്ഥിതി, അതിൻ്റെ 2 ഭേദങ്ങളാണ് സമയാചാരവും കൗളമാർഗവും. അതിൽ കൗളമാർഗം അവൈദികവും സമയാചാരം വൈദികവുമാണ്. ചന്ദ്രകലാവിദ്യാഷ്ടകം കുള സമയാനുസാരത്വേന മിശ്രം. നമ്മൾ നേരത്തെ പറഞ്ഞ ചന്ദ്രക്കലയൊക്കെ മിശ്രമാണ്. ശുഭാഗമ പഞ്ചകങ്ങൾ 5 സമയാചാരമാണ്. ചന്ദ്രകലാവിദ്യയെല്ലാം മിശ്രമാണ്. മിശ്രകം കൗളമാർഗഞ്ച പരിത്യാജം ഹി ശങ്കരി. ഹി സർവശാസ്ത്ര പ്രസിദ്ധിദ്യോതക ശബ്ദമാണ്. ശാങ്കരമതമനുസരിച്ച്, ശാങ്കരി എന്ന് പറഞ്ഞാൽ ശാങ്കരമതമനുസരിച്ച് മിശ്രകമായ കൗളമാർഗവും പരിത്യാജ്യമാണ്. മിശ്രകം കൗളമാർഗം ച, കൗളം ചേർന്നതാകൊണ്ട് അവ പരിത്യാജ്യം തന്നെയാണെന്ന് സർവശാസ്ത്രങ്ങളാലും ലക്ഷിതമാണ്. സർവശാസ്ത്രം ഹി ശാങ്കരി. ഇത് ഈശ്വരവചനാത് മിശ്രകമതം കൗളമാർഗ കൗളമതം കർമ്മണി ഖഞ് അധശ്ച ശുഭാഗമ പഞ്ചകമേവ വൈദികൈ ആദരണീയം കേവല സമയമാർഗ പ്രദർശനവത്വത്താത് എന്ന് വളരെ ഭംഗിയായിട്ട് പറയും. അതുകൊണ്ട് സമയാചാരവും
കൗളാചാരവും എന്ന് രണ്ട്. അതിലെ കൗളാചാരത്തിൽ വരുന്ന 64 കലകൾ, സമയാചാരത്തിൽ വരുന്ന 5 തന്ത്രങ്ങൾ. ഇങ്ങനെയാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. നമ്മൾ 2 ആചാരങ്ങളോടുകൂടിയ തലം പറഞ്ഞു, ശാംഭരി. ഇനി നമുക്ക് ഇതിനകത്ത് അടുത്ത ഒരു ശ്ലോകം വരുമ്പോൾ അതിലിതിൻ്റെ ഒരു സൂചന വേറെ വരും. ഇവിടെ കാർത്തവീര്യാർജുനൻ ദേവി ഉപാസനയിലൂടെ നേടിയ വളർച്ചയെ ഉദാഹരിക്കുന്ന ഒരു സൂചിത കഥയുണ്ട്. സഹസ്രബാഹുവായ കാർത്തവീര്യാർജുനൻ്റെ വിജയത്തിൻ്റെ കഥയുണ്ട്, സുബ്രഹ്മണ്യൻ്റെ വിജയത്തിൻ്റെ കഥയുണ്ട്. അത് രണ്ടും ശ്രീവിദ്യാ ഉപാസനയുടെ സദ്ഫലമാണ്. അതുകൊണ്ട് ഇത് പറയുമ്പോൾ, ഈ ചന്ദ്രകലാവിദ്യയൊക്കെ പറയുമ്പോൾ അതിൻ്റെ 2 ആചാര രീതികൾ, ഒന്ന് കൗളം, ഒന്ന് സമയാചാരം. അതിൽ ദേവീ വിഗ്രഹം ദർശിക്കുന്നത് വരെയുള്ള ഉപാസനയെക്കുറിച്ച് പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു തലവുമുണ്ട്. ശൃണുദേവി പ്രവക്ഷ്യാമി നിത്യ ഷോഡശകം തവ. അല്ലയോ ദേവി, അവിടുത്തെ ഷോഡശകം ഞാൻ അവിടുത്തേക്ക് പറഞ്ഞു തരാം. നഗസ്യ ചിന്മയാഖ്യാതം സർവതന്ത്രേഷു ഗോപിതം തത്രാദൗ പ്രഥമാ നിത്യ മഹാത്രിപുരസുന്ദരി തത കാമേശ്വരി നിത്യ നിത്യാച ഭഗമാലിനി നിത്യക്ലിന്ന തഥാ ചൈവ ഭേരുണ്ട വനിവാസിനി മഹാവജ്രേശ്വരി രൗദ്രി തുരിത കുളസുന്ദരി നിത്യ നീലപതാകാച്ച വിജയ സർവമംഗള ജ്വാലാമാലിനി ചിദ്രൂപ ഏതാ നിത്യ ഷോഡശ പ്രതിഷത് പ്രഭൃതൗ ദേവ്യ പൗർണമാസ്യാന്തമർച്ചയേത്. അങ്ങനെ അർച്ചിച്ചാൽ ഏകാഭിവൃദ്ധ്യാഹാന്യ ച ദർശാന്തം ദേവീ വിഗ്രഹം. അവിടം വരെ ഈ അർച്ചനയുടെ വഴികൾ പറയും. അതിലാണ് മുമ്പ് പറഞ്ഞ 64 വിദ്യകൾ വച്ചുള്ള ഈ പഠനങ്ങളൊക്കെ വരുന്നത്. അതിലെ ചന്ദ്രകലാവിദ്യകൾ അത് നമ്മൾ കണ്ടതാണ്. അവ ചന്ദ്രകല, ജ്യോത്സ്നാവതി, കലാനിധി, കുളാർണവം, കുളേശ്വരി, ഭുവനേശ്വരി, ബാർഹസ്പത്യം, ദുർവാ സമതം എന്ന് 8 തന്ത്രങ്ങൾ അതിലുമുണ്ട്. മറ്റതെല്ലാം നമ്മൾ വിശദമായി പറഞ്ഞതാണ്. അപ്പോൾ ഈ വിദ്യകളെല്ലാം വാമാചാരമായിട്ടാണ് പറയുന്നത്. അത് 6 ഉപചാരങ്ങൾ, 16 ഉപചാരങ്ങൾ മാത്രമാണ്. അത് വേറെ ഇതുമായി വരുന്ന അനുഷ്ഠാനത്തിനകത്ത് വരുന്നത് മാത്രമല്ല, ഇതുമായി വേറെ ബന്ധമില്ല. അതിൽ ദ്വിജന്മാർ ദക്ഷിണമാർഗേണ പ്രാദക്ഷിണ്യക്രമത്തിൽ അനുഷ്ഠാനം ചെയ്യണമെന്നും ശൂദ്രന്മാർക്ക് അപസവ്യമാർഗേണ വാമാചാരമാണ് പറഞ്ഞിട്ടുള്ളതെന്നും ഒക്കെ പറയുന്ന തന്ത്രങ്ങൾ വേറെയുണ്ട്. അതൊന്നും നമുക്കിവിടെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഇങ്ങനെയുണ്ട് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. നാളെ നിങ്ങൾ ഏതെങ്കിലും വഴിക്കൊക്കെ പഠിക്കുമ്പോൾ ഓർക്കാൻ. അപ്പോൾ ഈ ഉപചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഇത്രയും പറഞ്ഞ 64 കലകളിലുമുള്ള അനുഷ്ഠാനങ്ങൾ അവ വാമാചാരപ്രകാരമാണ്. അവ ഹേയവിദ്യകളാണ്, വൈദികേതരമാണ്, വൈദിക സമ്മതിയുള്ളതല്ല എന്ന് പറഞ്ഞാൽ 2 ആചാരങ്ങളുണ്ട്. വാമദേവമാർഗം, വിഹംഗമമാർഗം. പക്ഷി പറന്നു പോകുന്ന പോലെ പോകുന്നത്, ഇത് വിഹംഗമമാർഗമാണ്. മറ്റത് ഉറുമ്പ് പതുക്കെ അതിന് മണ്ണിങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ട് വെച്ച് വലിയ അള്ളുണ്ടാക്കും.
കണ്ടിട്ടുണ്ടാവും. കുറേ കാലം എടുക്കും. അതിന് പിപീലികാ മാർഗം അല്ലെങ്കിൽ വാമദേവ മാർഗം എന്ന് പറയും. വാമമാർഗം. അത്ര ശുദ്ധമല്ലാത്തത് എന്നൊരർത്ഥം അതിനുണ്ട്. മറ്റത് മാനസപൂജയാണ്. അതിന് ഋഷി ഛന്തോബദ്ധങ്ങളായ സങ്കല്പങ്ങൾ വേണ്ട. 2 ഉപാധികൾ വേണ്ട. ഹിംസ വേണ്ട. ഇതൊന്നും വേണ്ട. സമയാചാരത്തിൽ ആന്തര ജ്യോതിസിലാണ് സമയപൂജ, ചക്രപൂജയൊക്കെ ആന്തര ജ്യോതിസിലാണ്. മറ്റത് മാംസം, മദ്യം, മൈഥുനം, മുദ്ര ഇവയൊക്കെ വേണ്ടതാണ്. അവയിൽ ഒരുപാട് ദോഷങ്ങളുള്ളവയാണ്. അവയിൽ ഹിംസാ പ്രാധാന്യമുള്ളവയാണ്. അതുകൊണ്ട് അവ ഉത്തമ മാർഗത്തിൽ പെടുന്നില്ല. ആ വകുപ്പിൽ ഒരുപാട് ആളുകൾ ആചരിക്കുന്നവരുണ്ട്. അതിനെ നിന്ദിച്ച് പറഞ്ഞതല്ല. പക്ഷെ 2 മാർഗങ്ങളിൽ സമയാചാരം ആന്തരിക പൂജാരതിയുള്ള അന്തരംഗ മാർഗമാണ്. അതിന് സാധനമൊന്നും കൊണ്ടുപോകണ്ട, ഒരുക്കി വെക്കണ്ട. അതിന് സൂക്ഷ്മതരമായ ഇന്ദ്രിയങ്ങളും സൂക്ഷ്മതരങ്ങളായ ബുദ്ധിയും മനസ്സും പ്രാണങ്ങളും ഒക്കെ വരുമ്പോൾ സൂക്ഷ്മാന്തര കമ്പന വിശിഷ്ടമായ ഇവ രൂപാന്തരപ്പെടുമ്പോൾ ഹൃദയാകാശത്തിലാണ്, അഥവാ ദഹരാകാശത്തിലാണ് ദേവീ ദർശനം സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിന് വേറെ ഒരു സാധനവും കൂടെ കൊണ്ടുപോകണ്ട. അതുകൊണ്ട് ഇത് ഉത്തമ മാർഗമായി എണ്ണുന്നു. ഈ അനുഷ്ഠാന സമ്പ്രദായത്തിന് വേറെ പൂജാപാത്രങ്ങൾ വാങ്ങിക്കണ്ട, ചടങ്ങുകൾ വേണ്ട. പക്ഷേ ഇന്ദ്രിയങ്ങൾ മര്യാദയ്ക്ക് നിൽക്കുന്നതായിരിക്കണം. ആയിട്ടില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയാണ് മറ്റു മാർഗങ്ങൾ. അവയിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ മോചിപ്പിക്കുവാൻ പിന്നീട് അതിനേക്കാൾ വിഷമമാവും. നിലവിലുള്ള ഒന്നിൽ നിന്ന് പറിച്ച് വേറൊന്നിലേക്ക് വെച്ചാൽ ഇന്ദ്രിയ അതിൽ നിന്ന് മോചനം നേടുക പ്രയാസമായിത്തീരും. അതിലേതിലെങ്കിലും ഒന്നിൽ രതി വന്നാൽ പിന്നെ അവിടുന്ന് കയറുകയില്ല. അത് ഈ സംഭവമായിട്ട് വലിയ ബന്ധമില്ല. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ക്ഷേത്രങ്ങൾ ആരാധനാ സ്ഥലങ്ങളല്ല. അതായിട്ട് വളരെ കുറച്ച് കൊല്ലങ്ങളേ ആയിട്ടുള്ളൂ. നിങ്ങൾ ഈ ഇരിക്കുന്നവരിൽ പലരും ക്ഷേത്രത്തിൽ പണ്ട് പ്രവേശിച്ചിട്ടുള്ളവരല്ല. പ്രവേശനത്തിന് നിങ്ങൾക്ക് അനുമതിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്ഷേത്രം താഴ്ന്ന പടിയിലുള്ളതല്ല, ആരാധിക്കാനുള്ളതല്ല. നിലവിലുള്ള ഒരു കാര്യത്തെ കണ്ടിട്ട് ശാസ്ത്രങ്ങൾ വേണ്ട വിധം പഠിക്കാതെ ഏതെങ്കിലും പത്രക്കാർ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിൽ സംസാരിക്കേണ്ടി വരുമ്പോഴോ സ്വകപോലകൽപ്പിതങ്ങളായ ബുദ്ധികൾ ഉപയോഗിക്കും. അപ്പോൾ ക്ഷേത്ര ആരാധന താഴ്ന്ന പടിയിലുള്ള ആരാധനയാണ്, വിഗ്രഹാരാധനയാണ്, അത് നഴ്സറിയാണ് എന്നൊക്കെ കയറി ആളുകൾ പറയും. നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്നവരായ താഴ്ന്ന ആർക്കും ഭാരതീയ ക്ഷേത്രങ്ങളിൽ ഒന്നിൽ പോലും ഒരു കാലത്ത് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ചരിത്രപരമായി. ഇസ് ഇറ്റ് ട്രൂ? ബ്രഹ്മജ്ഞാനികളെന്ന് പരക്ക സമ്മതമായ വേദവൈദിക പ്രാമാണ്യമുള്ള ഒരു ജനത മാത്രമാണ് ക്ഷേത്രത്തെ ഉപയോഗിച്ചിരുന്നത്. ചരിത്രവും നിങ്ങൾ ഇന്ന് കേൾക്കുന്നതും തമ്മിൽ മഹാപണ്ഡിതന്മാരെന്നും
മഹത്തായ രാഷ്ട്രപരിഷ്കർത്താക്കളെന്നും ജനസേവകരെന്നും കരുതുന്ന ഒട്ടേറെ ആളുകൾ സമീപകാല ചരിത്ര ഗ്രന്ഥങ്ങളിൽ എഴുതിയതത്രയും ക്ഷേത്രാരാധന പ്രാഥമികാരാധനയാണെന്നാണ്. ശരിയല്ല. പക്ഷെ വസ്തുതാപരമായി ക്ഷേത്രത്തിനകത്ത് പ്രാഥമിക ആരാധനയുള്ളൊരു ജനതയ്ക്ക് പ്രവേശനം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളാരും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇരുന്നിങ്ങനെ കേൾക്കുകയല്ലാതെ നിങ്ങളുടെ ബുദ്ധി എന്ന് പറയുന്നൊരു സാധനം കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും വിഴുങ്ങാൻ തയ്യാറായിട്ട് നടക്കുന്നവർ. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ സമൂഹവും ശരിയാകാൻ ഇനിയും താമസിക്കും. മനസ്സിലായില്ല?